ആകാശവാണി ജില്ലാ വൃത്താന്തം. ഇന്ന് ആലപ്പുഴ ജില്ല. ജില്ലാ വിശേഷങ്ങളുമായി ആകാശവാണി പ്രതിനിധി ആർ രവികുമാർ. ചേർത്തലയിലെ അർത്തുങ്കൽ മത്സ്യബന്ധന തുറമുഖത്തിലെ പുലിമുട്ടുകളുടെ നിർമ്മാണം പൂർത്തിയാക്കുന്നതിന് മന്ത്രിസഭയുടെ അംഗീകാരം ലഭിച്ചു. 103.3 കോടി രൂപയുടെ പദ്ധതിക്കാണ് അംഗീകാരം ലഭിച്ചത്. പതിറ്റാണ്ടായി പദ്ധതിയുടെ നിർമ്മാണം മുടങ്ങിക്കിടക്കുകയായിരുന്നു. 2023 കേന്ദ്ര സർക്കാരിൻ്റെ സഹായത്തോടെ സംസ്ഥാന സർക്കാർ തുറമുഖ നിർമ്മാണം പുനരാരംഭിച്ചു. IIT മദ്രാസ് നടത്തിയ പഠനപ്രകാരമാണ് അർത്തുങ്കൽ മത്സ്യബന്ധന തുറമുഖത്തിൻ്റെ പുലിമുട്ടും മറ്റും ഭൗതിക സൗകര്യങ്ങളും സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ചത്. തെക്കും വടക്കും പുലിമുട്ടുകളുടെ നീളം കൂട്ടൽ, വാർഫ്, ലേലഹാൾ, ലോഡിംഗ് ഏരിയ, ലോക്കർ മുറികൾ, ശൗചാലയ മന്ദിരം, ജലവിതരണ സംവിധാനം, ഡ്രെയിനേജ് സംവിധാനം തുടങ്ങിയവയാണ് പദ്ധതി പ്രകാരം നിർമ്മിക്കുന്നത്. യുവകലാ സാഹിതി സംസ്ഥാന കമ്മിറ്റി ഏർപ്പെടുത്തിയ വയലാർ രാമവർമ്മ കവിതാ പുരസ്കാരം സമ്മാനിച്ചു. വയലാർ രാഘവപറമ്പിൽ നടന്ന പുരസ്കാര സമർപ്പണ സമ്മേളനം മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര സാഹിത്യ അക്കാദമി അംഗം വയലാർ ശരത്ചന്ദ്രവർമ്മ അധ്യക്ഷത വഹിച്ചു. എഴുത്തുകാരി ഷേമാക്ക തോമസിനാണ് പുരസ്കാരം ലഭിച്ചത്. യുവകലാ സാഹിതി സംസ്ഥാന പ്രസിഡന്റ് ആലങ്കോട് ലീലാകൃഷ്ണൻ പുരസ്കാരം കൈമാറി. കേരള NGO യൂണിയൻ സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് ചേർത്തലയിൽ ട്രേഡ് യൂണിയൻ സെമിനാർ നടന്നു. CITU സംസ്ഥാന ജനറൽ സെക്രട്ടറി എളമരം കരീം സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. യോഗത്തിൽ AITUC സംസ്ഥാന പ്രസിഡന്റ് TJ ആഞ്ചലോസ്, NGO യൂണിയൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി MA അജിത് കുമാർ, സെമിനാർ കമ്മിറ്റി ചെയർമാൻ NR ബാബുരാജ്, PP ചിത്രരഞ്ജൻ MLA, യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് MV ശശിധരൻ തുടങ്ങിയവർ സംസാരിച്ചു. കായംകുളം പുനലൂർ സംസ്ഥാന പാതയിൽ അപകടങ്ങൾ തുടർക്കഥയാവുന്നു. കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ 13 മനുഷ്യജീവനുകളാണ് KP റോഡിൽ അപകടത്തിൽ പൊലിഞ്ഞത്. ചെറുതും വലുതുമായി ഒട്ടേറെ അപകടങ്ങളാണ് ഇവിടെ ദിവസവും സംഭവിക്കുന്നത്. അപകടങ്ങളുടെയും അതിൽ പരിക്കേൽക്കുന്നവരുടെയും എണ്ണം ദിനംപ്രതി വർദ്ധിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഭരണിക്കാവ് മുട്ടക്കുളം ജംഗ്ഷനിൽ ബൈക്കുകൾ കൂട്ടിയിടിച്ച് ചായക്കടയിൽ നൽകാൻ പാലുമായി പോയ ക്ഷീരകർഷകൻ മരിച്ചിരുന്നു. 5 മാസം മുമ്പേ വെട്ടിക്കോട് ജംഗ്ഷനിൽ സ്വകാര്യ ബസും കാറും കൂട്ടിയിടിച്ച് കാർ ഡ്രൈവർ മരിക്കുകയും ബസ് യാത്രക്കാരായ 16 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. വാഹനങ്ങളുടെ മത്സര ഓട്ടവും അമിത വേഗതയുമാണ് അപകടങ്ങൾക്കുള്ള പ്രധാന കാരണം. നടപ്പാതയും അപകട സൂചനാ ബോർഡുകളും ഇതുവരെയും സ്ഥാപിച്ചിട്ടില്ല. ഗതാഗത കുരുക്ക് ഒഴിവാക്കുവാനും മാർഗമില്ല. സിഗ്നൽ ലൈറ്റുകളും പോലീസ് എയ്ഡ് പോസ്റ്റും സ്ഥാപിക്കണമെന്നാണ് നാട്ടുകാരുടെ പ്രധാന ആവശ്യം. കുറ്റിത്തെരുവ് ജംഗ്ഷൻ, മൂന്നാംകുറ്റി ജംഗ്ഷൻ, കോയിക്കൽ ചന്ത, കറ്റാനം എന്നിവിടങ്ങളിലാണ് അപകടങ്ങൾ പതിവായി നടക്കുന്നത്. കായലോര ടൂറിസം പദ്ധതിയുടെ അനുബന്ധമായി കായൽ തീരത്ത് നിർമ്മിച്ച കായംകുളം കൊച്ചുണ്ണി സ്മാരക ഓഡിറ്റോറിയത്തിന്റെ ഉദ്ഘാടനം പ്രതിഭ MLA നിർവഹിച്ചു. MLAയുടെ മണ്ഡല ആസ്തി വികസന പദ്ധതിയിൽ നിന്ന് 65 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് ഓഡിറ്റോറിയം നിർമ്മിച്ചത്. 1500 പേർക്ക് ഇരിക്കുവാനുള്ള സൗകര്യമാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. യോഗത്തിൽ നഗരസഭാ അധ്യക്ഷ P ശശികല അധ്യക്ഷത വഹിച്ചു. അംബുജാഷി, ഇന്ദിരാദാസ്, S പവനനാഥൻ, C സുധാകരക്കുറുപ്പ് തുടങ്ങിയവർ സംസാരിച്ചു. പ്രസിദ്ധമായ എടത്വ സെന്റ് ജോർജ് ഫൊറോന പള്ളിയിലെ വിശുദ്ധ ഗീവർഗീസ് സഹദയുടെ തിരുനാൾ പുരോഗമിക്കുന്നു. തിരുനാൾ പ്രദർശനത്തിന് 10,000ങ്ങളാണ് ദിവസവും എത്തുന്നത്. വ്യാഴാഴ്ച നാട്ടുകാരുടെ പെരുന്നാൾ ആരംഭിച്ചു. ഈ മാസം 14-ന് 8-ാം ഇടത്തോടെ പെരുന്നാൾ സമാപിക്കും. അനധികൃതമായി താമസിക്കുന്ന പാകിസ്ഥാൻ പൗരന്മാരെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് BJP വിവിധ കേന്ദ്രങ്ങളിൽ ധർണ സംഘടിപ്പിച്ചു. ചെങ്ങന്നൂർ DYSP ഓഫീസിന് മുന്നിൽ നടത്തിയ ധർണ ദക്ഷിണമേഖലാ പ്രസിഡന്റ് K സോമൻ ഉദ്ഘാടനം ചെയ്തു. BJP ആലപ്പുഴ സൗത്ത് ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് സന്ദീപ് വജസ്പതി അധ്യക്ഷത വഹിച്ചു. മധ്യമേഖലാ പ്രസിഡന്റ് N ഹരി മുഖ്യപ്രഭാഷണം നടത്തി. ആലപ്പുഴ കളക്ടറേറ്റ് പടിക്കൽ നടത്തിയ ധർണ BJP സംസ്ഥാന വക്താവ് അഡ്വക്കേറ്റ് TP സിന്ധുമോൾ ഉദ്ഘാടനം ചെയ്തു. BJP ആലപ്പുഴ നോർത്ത് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് PK ബിനോയ് അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറിമാരായ KP പരീക്ഷിത്, വിമൽ രവീന്ദ്രൻ, അരുൺ അനിരുദ്ധൻ തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലാ വൃത്താന്തം സമാപിച്ചു.